ഹലോ ഗൈസ്, നമ്മൾക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ അമ്പലത്തിൽ പോകാൻ. ഫസ്റ്റ് തന്നെ ഫെയർനെസ് ജെല്ല്, ഫ്രൂട്ട് ഓഫ് എർത്ത്, മോഡിക്കെയറിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ഞാനിവിടെ മോയ്സ്ചറൈസറിന് പകരമാണ് ഇത് യൂസ് ചെയ്യുന്നത്. എവിടെ പോയാലും ഞാനിതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ തേക്കുന്നുണ്ട്. അത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ സാധനമാണ്. അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലും അലോവേറ ജെല്ലും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു വൈറ്റ് കളറിൽ അത് കിട്ടും. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാനിത് സക്സസ് ആവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയപ്പം നല്ലതാണ്. അപ്പം ഞാനൊന്ന് വിചാരിച്ചു അത് കുറച്ചുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കി. ഓക്കെ, നമ്മളത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സാധാ മുഖത്തേക്കുന്ന പൗഡർ എടുത്തിട്ട് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. സോ അത് നല്ലപോലെ ഞാൻ തേച്ചും പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഈ സ്പോഞ്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഓക്കെ, എനിക്ക് വേണ്ടി ഒരാൾ അപ്പുറത്തെ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സോ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ കാജൽ എഴുതി കൊടുക്കുന്നുണ്ട്. കാജൽ നമ്മൾ ഫോണിൽ നോക്കി എഴുതിയാൽ എനിക്കൊട്ടും പിടിക്കത്തില്ല. അത് വൃത്തിയായിട്ട് എഴുതണമെങ്കിൽ കണ്ണാടി തന്നെ വേണം. ഒരു തുള്ളി പോലും കണ്ണിലായില്ല. അപ്പം ഞാൻ കണ്ണാടി തന്നെ നോക്കി അത് എഴുതി. ഓക്കെ, അതിന് ശേഷം അപ്പുറത്തെ കണ്ണിൽ എഴുതി. പിന്നെ ഞാൻ ഐലൈനർ എഴുതുവാണ്. ഐലൈനർ എന്ന് പറയുമ്പം നോയയുടെ പ്രൊഡക്റ്റാണ് ഐലൈനർ. അപ്പം നമുക്ക് ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കാം. രണ്ട് കാലും എന്തായാലും ശരിയാവത്തില്ല, രണ്ട് രീതി പോവും. അതുകൊണ്ട് വൃത്തിയായിട്ട് എഴുതാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഒരു കണ്ണ് തെറ്റിപ്പോയി ഗൈസ്. അത് നമ്മൾ 4 വിരൽ വെച്ചാണ് തുടച്ചത്. നമുക്കിത് കണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും. 4 വിരൽ വെച്ച് നമ്മളത് തുടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഐലൈനർ വൃത്തിയായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു പൊട്ടും കൂടി ഇട്ട് കൊടുത്താൽ വൃത്തിയാവും. അപ്പം മുഖത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഹെയർ സ്റ്റൈലിന് ഞാൻ അമ്മയുടെ ചീപ്പെടുത്ത്. പിന്നെ ഞാൻ വൃത്തിയായിട്ട് മുടിയൊക്കെ പഫാക്കിയിട്ട് ബാക്കി പിടിച്ച് കെട്ടി വെക്കാനാണ് എൻ്റെ തീരുമാനം. സോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഫ് തന്നെ കറക്റ്റായിട്ട് വരണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ ഈരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കുഞ്ഞു ക്ലിപ്പ്, ഇതേ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ മുടിയെല്ലാം കൂടെ ബാക്ക് പിടിച്ച് വെച്ച് കെട്ടാൻ ഈ ഒരു ഹെയർ ബണ്ണാണ് എടുത്തേക്കുന്നത്. അത് ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ടു, എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കിലോട്ട് വൃത്തിയായിട്ട് കെട്ടിക്കൊടുക്കണം. കുറച്ച് പണിപ്പെട്ടായാലും ഞാനിത് ചെയ്യും. കാരണം അമ്പലത്തിൽ മുടി അയച്ചിട്ടുകൊണ്ട് കയറിക്കൂടായിരുന്നു എന്ന് ഞാൻ ഓർത്തത് ഇന്നലെയും ഞാൻ നോങ്ങാണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ മുടി കെട്ടി. എന്നിട്ടും കറക്റ്റായില്ല. പിന്നെ ഞാൻ ഒന്നുകൂടി ഇരി കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും എടുത്തില്ല. അപ്പം ബൈ ഗൈസ്.